ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. എന്തടി മണിച്ചു നിനക്ക്? പിണക്കോ? നിന്റെ പിണക്കത്തിന്റെ കാരണമൊക്കെ എനിക്കറിയാം. കാരണം 2.5 വർഷമായാലും നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇന്ന് നിന്റെ പിണക്കം ഞാൻ മാറ്റും. ഇത് കണ്ട, ഈ ചുറ്റുകൊണ്ട് നിന്നെ അടിക്കുമ്പോ ആ ശബ്ദം കേട്ട് ഈ സ്കൂളിലെ പിള്ളേരെല്ലാം കിടന്ന് ഒരു ബഹളം വയ്ക്കും. അത് എന്ത് രസമെന്നറിയോ? ഇന്ന് നിന്നെ ഞാൻ ഒന്ന് അടിക്കും. നിന്റെ ശീൽക്കാര ശബ്ദം ഈ പഞ്ചായത്ത് മൊത്തം കേൾപ്പിച്ചിട്ടുണ്ട്. ബാക്കി കാര്യം അനങ്ങാൻ നോക്കണം. ഇപ്പോൾ സമയം 9:59. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: ഒരുവൻ ലോകം മുഴുവൻ സഞ്ചരിച്ചാലും തന്റെ ഡേഷ് നഷ്ടപ്പെട്ടാൽ എന്തു ഗുണം? എന്താണ് ആ ഡേഷ്? ആധാർ കാർഡ്. എന്റെ PTA പ്രസിഡന്റ്, ആധാർ കാർഡ് എന്നല്ല, ആത്മാവ് എന്നാണ്. ലോകത്ത് എന്ത് നേടിയെന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കൂല മോനെ. ഇന്നിവിടെ PTA മീറ്റിംഗ് അല്ലേ? താൻ ഒരു പിയൂണായിട്ട് ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. എന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. ആണോ? പിന്നെ ഈ മണി അടിച്ച് എന്താണെന്നറിയോ? ഞാൻ ഇടയ്ക്ക് 2.5 വർഷമായാലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ആ ടച്ച് വിട്ട് പോകാതിരിക്കും തൊട്ടടുത്ത പള്ളിയിൽ മണി അടിക്കാൻ പോകും. അപ്പൊ ഇവിടെ മണി അടിക്കണം, വചനവും പറയണം. ആ ഫ്ലോയിലെ അറിയാതെ ഈ വചനങ്ങളൊക്കെ ഒന്ന് കയറി വന്നു. വചനം പറയണ്ടേ, ഇവിടെ മണി അടിച്ചാൽ മതി. മണി എപ്പോഴും സൂക്ഷിക്കണം. മണി മണിയാണ് ഇതൊരു മണിയാണോ? ഇതെന്താ ഇത്? തീരച്ചട്ടി പോലെ അല്ലേ ഇരിക്കണത്? അത് ഞാൻ പറഞ്ഞുതരാം. ഈ 2.5 വർഷക്കാലം സ്കൂൾ അടച്ചിട്ടേക്കല്ലായിരുന്ന. അപ്പൊ ഈ സ്കൂളിനകത്താണ് സാമൂഹ്യ വിരുദ്ധരൊന്ന് വെള്ളം അടിക്കുന്നത്. അമ്മ 2 അടിച്ചത് ഈ മണിയിലാണ് അമ്മ ബുൾസ അടിച്ച് തിന്നണ. അറിയാവോ? അതിനൊക്കെ ഒരു തീരുമാനമാകുമല്ലോ. ഇന്നത്തെ മീറ്റിംഗിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. അരണ വന്നിട്ടുണ്ടോ? വല്ല കല്ലിന്റെ ഇടയിലും കാണും. ആര്? അരണ. അരണയല്ല, നല്ല ടീച്ചർ. പിന്നെ എന്തൊക്കെയുണ്ട്? ഇത് എവിടെ പോയിരുന്നത്? ഞാൻ ഈ സ്കൂളും പരിസരമൊക്കെ ഒന്ന് ചുറ്റി കാണാന്ന് വിചാരിച്ചു. 2.5 വർഷം ആയല്ലോ. ഒരു പഴയ നൊസ്റ്റാൾജിയ അല്ലേ? അയ്യ, അതൊന്നും അല്ല. വല്ല ചക്കയും മാങ്ങ തേങ്ങയൊക്കെ വീണിട്ടുണ്ട്, പെറുക്കി എടുക്കാലോന്ന് വിചാരിച്ചു. എന്ത് കാര്യത്തിന്? അതൊന്നും എന്റെ പൊന്ന് സാറേ, ഒരു കാര്യം പറയാലോ. ഈ പണി എടുക്കാണ്ട് സർക്കാരിന്റെ കാശ് തിന്നാൻ എനിക്ക് പറ്റൂല. എനിക്ക് നാണവാ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങി. അച്ചാർ ബിസിനസ്. നല്ല പരിപാടിയാ. സൂപ്പറാണ്, അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? മോശമില്ല. എന്നാലും ഞാൻ എന്ത് അച്ചാർ ഉണ്ടാക്കിയാലും അപ്പൊ തന്നെ പൂത്തു പോകുന്നു. പൂക്കാത്ത വല്ല ഐറ്റം ഉണ്ടാന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഒരു സാധനമുണ്ട്. എന്ത് സാധനം? നീലക്കുറിഞ്ഞി മേടിച്ച് അച്ചാർ ഇട്ടാ മതി. അതാകുമ്പോ 12 വർഷത്തിൽ ഒരിക്കലേ പൂക്കുള്ളൂ. അത് മൂന്നാർ പോണം. മൂന്നാർ പോണോ അല്ലേ? മൂന്നാറില്ലെങ്കിൽ നീലഗിരി പോയാൽ മതി, ബസ് കയറി പോയാൽ മതി, അവിടെയും കിട്ടും. ധൃതകാകളി വൃത്തത്തിൽ 2 അക്ഷരം കുറഞ്ഞെന്നാൽ 2ാം ഭാഗത്ത് അത് ബത്തേരി ആയിരിക്കും. ഓ, ബത്തേരി അല്ല, മഞ്ചേരിയാണ്. പ്രസിഡന്റ്, ആ സ്പൂണല്ല, പിയൂണ്. സോറി, പിയൂണ്. അരുണ ടീച്ചറെ അത് പറഞ്ഞ് തെറ്റിക്കണ്ട. എന്റെ ടീച്ചറെ എന്നൊക്കെ ഉണ്ടോ? മാങ്ങച്ചാറുണ്ട്, നാരങ്ങച്ചാറുണ്ട്, വടുകപ്പുളിയൻ അച്ചാറുണ്ട്, ഇഞ്ചി അച്ചാറുണ്ട്. സാറിന് ഏത് വേണം? ടീച്ചർ തകർത്തു, തിമിർത്തു, കലക്കി. ടീച്ചറിന്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു പാചകത്തിന്റെ ഒരു സംഭവം കണ്ടായിരുന്നു. പിന്നെ ഞാനൊരു റെസിപ്പി ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചു. പിന്നെ ടീച്ചറെ മധുരക്കിഴങ്ങ് പുളുന്താൻ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? 4 ദിവസം ട്രിപ്പായിരുന്നു. കേട്ട എന്റെ പ്രസിഡന്റ്, എന്റെ പുളി കഞ്ചി കൂട്ടിട്ടേ പുള്ളി 4 ദിവസം ട്രിപ്പായിരുന്നു. ഇവിടെ 3 തേക്കടിയോ? ബാത്റൂമിലായിരുന്നു. പിന്നെ സാറേ, ഞാൻ ഈ സമയത്ത് ചുമ്മാ ഇരുന്നില്ല കേട്ടോ. ഈ സമയത്ത് ഞാനും ചെറിയൊരു പാചകരംഗമൊക്കെ തുടങ്ങി. എന്തായിരുന്നു? ബക്കറ്റ് ചിക്കൻ. സൂപ്പർ, ഇപ്പൊ ട്രെൻഡാണത്. ഈ അച്ചാറിനൊക്കെ എന്തുകൊണ്ടും നല്ലത് ബക്കറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു അത്? പക്ഷെ ചിക്കൻ കഴിച്ചൊരു മുഴുവൻ പറയാണ് ബക്കറ്റിന്റെ ചൊവ്വയാണെന്ന്. അത് ഈ ചിക്കനിൽ ബക്കറ്റ് ഉരുകി പിടിച്ചു. അതാ പറ്റിപ്പോയത്. ചുമന്ന ബക്കറ്റാണോ? ചുമന്ന ബക്കറ്റായിരുന്നു. അപ്പൊ ടൊമാറ്റോ സോസ് വേണ്ട. ലാഭം. സാറേ, ഏതെങ്കിലും പിള്ളേരെ കുരുത്തം കെട്ട പിള്ളേരായിരിക്കും. ഏതോ കുരുത്തം കെട്ട പിള്ളേരാണെങ്കിൽ അവന്റെ ചന്തി അടിച്ച് ഞാൻ പൊട്ടി. മടി പിള്ളേർക്ക് പാടില്ല. സാറായിരുന്നു ഇത്. ഞാൻ എന്നാ പരിപാടിയാ കാണിച്ചേ?
ഞാൻ എന്നാ പരിപാടി കാണിച്ചേ നിനക്കൊക്കെ എന്തിന്റെ കേടാ എനിക്ക് പിടികിട്ടിയില്ല. എടാ എനിക്ക് 2 മാസം കൂടെ ഉള്ളൂ ഞാൻ റിട്ടയർ ആകാൻ. ഈ 2 വർഷക്കാലം ഞാൻ വെറുതെ ഇരുന്ന് ശമ്പളം മേടിക്കുമല്ലായിരുന്നോ? എന്തിനു എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു നിങ്ങള്? പക്ഷെ എന്നാലും സാറ് ഹെഡ് മാസ്റ്റർ അല്ലേ, സാറ് വരാതെ സ്കൂൾ പ്രവർത്തിക്കുവോ? ഇത് പ്രവർത്തിക്കുമല്ലോ. ഒരാവശ്യം അവളെന്തേ ഞാൻ ഇവിടെ ഉണ്ട്. ഒരു ഒറ്റ കീറിയാൻ പറ്റി വന്നു. അവളെന്നെ വിളിച്ചോണ്ട് വന്നു. ഇതെങ്ങനെ വന്നത്? മാഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ 2-2.5 കൊല്ലം വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്ന് അതൊരു ശീലമായി പോയി. ഏതായാലും നമ്മൾ വന്ന് 2 മാസം കൂടെ സാറിനുള്ളൂ. എന്തിനാ ഇപ്പൊ ഈ മീറ്റിംഗ് കൂടിയത്? എന്ത് കാര്യം മീറ്റിംഗ് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂൾ തുറന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, പിള്ളേരെല്ലാരും വരാൻ മടിയാ. എങ്ങനെയെങ്കിലും പിള്ളേരെ സ്കൂളിൽ എത്തിക്കണം. ആ ഫസ്റ്റ് സാറിന് ആദ്യം സ്കൂളിൽ എത്തിക്കുക, എന്നിട്ട് പിള്ളേരെ കാര്യം തീരുമാനിക്കാം. സാറിന്റെ മടികളാ. ഈശ്വര പ്രാർത്ഥന തുടങ്ങാം, എന്നിട്ട് നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥന. എന്നാ ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന പാടിയാണ്. എനിക്ക് വയ്യ. എഴുതിയിട്ട് നിക്കങ്ങാട്. ദൈവമേ കൈതൊഴ കാക്കുമാരാകണം, പാവമേ ഞങ്ങളെ കേക്കുമാറാകണം. സാറേ ഒന്ന് ഉറങ്ങണോ സാറേ? 2 മാസം കൂടെ ഉള്ളൂ ഞാൻ കാര്യത്തിന് വിളിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ മടിയെല്ലാം കളഞ്ഞ് മീറ്റിംഗിൽ ആക്റ്റീവ് ആവാൻ പോവാണ്. സാറ് 2 വാക്ക് സംസാരിക്കുന്നു. സംസാരിക്കും. വേണോ? തുടങ്ങിയ സാറേ പ്ലീസ് സാറേ ഒന്ന് 2 കാര്യങ്ങള് ഈ മീറ്റിംഗ് നിർത്തിയതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. നമസ്കാരം. ഇതാരാ സുകുമാരക്കുറുപ്പോ? സുകുമാരക്കുറുപ്പല്ല. പിന്നെ എന്നെ സാറന്മാർക്ക് മനസ്സിലായില്ലേ? ഞാൻ 8ാം സ്റ്റാൻഡേർഡിൽ പഠിച്ച സാബുവാണ്. 8ാം ക്ലാസ്സിൽ തോറ്റു പഠിച്ച സാബു. സാറേ സാബു എങ്ങനെ ഇരുന്നിട്ട് ചെറുക്കനെ ഈ വേഷമായിട്ട് നേരെ ഹിമാലയത്തിലേക്ക് എന്നാ നീ രക്ഷപ്പെടും. ആണോ? പഠിക്കണ്ടേ? പിന്നെ PTA പ്രസിഡന്റ് കണക്കവതരിപ്പിക്കും. ഞാൻ സാറേ സാറ് കണക്ക് കേട്ടിട്ട് പോ സാറേ. സ്കൂളും പരിസരവും വൃത്തിയാക്കിയതിന് 2.25 ലക്ഷം രൂപ ആയിട്ടുണ്ട്. 2.25 ലക്ഷം രൂപയെ 10 സെന്റ് സ്ഥലം അതിന്റെ അകത്തൊരു സ്കൂള്. ആ പരിസരം വൃത്തിയാക്കിയാൽ എങ്ങനെയാ പ്രസിഡന്റ് 2.25 ലക്ഷം രൂപ? ആ സ്കൂളും പരിസരവും ഒന്നല്ലേ പറഞ്ഞു. സ്കൂളിന്റെ പരിസരത്ത് തന്നെയല്ലേ എന്റെ വീട്. വൃത്തിയാക്കുമ്പോ എല്ലാം അങ്ങ് വൃത്തിയാക്കണ്ടേ? ചുളിവില് സർക്കാരിന്റെ പൈസ അങ്ങ് പിണിഞ്ഞെടുക്കണം. ഒറ്റടിക്കാൻ പാമ്പിനെ കൊന്നിട്ടുണ്ട്. ഒറ്റടിക്ക് കൊന്നുകളഞ്ഞ സാബു വന്നത് വെറുതെ ആയില്ല. എന്നായാലും പേടിക്കണ്ട കേട്ടോ. വിഷമില്ലാത്ത പാമ്പാ, നീർക്കോലിയാ. ഇത് ചേരയാന്നി. അല്ലല്ല ഇത് കോഴിപ്പാമ്പ്. അല്ല, ഇത് മൂർഖനാ. മൂർഖൻ പാമ്പൊന്നും ആ മൂർഖനാണ്. അല്ല. മൂർഖൻ പാമ്പ് ഇങ്ങനെയല്ല ഇരിക്കണേ. ഇത് മൂർഖനാണോ ചേരയാണോ സാറൊന്ന് നോക്കിക്കേ. ഞാൻ നോക്കാതെ ഇത് ശരിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ നമ്മുടെ സ്കൂളിൽ പിള്ളേരൊന്നും വരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ ഉച്ചക്കഞ്ഞ് മാറ്റിയിട്ട് ഉച്ച ബിരിയാണി ആകാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യണം. പിള്ളേരാരും കഞ്ഞി കുടിക്കണില്ല. അത് ശരി. എടാ ഈ ഉച്ചക്കഞ്ഞിയുടെ മഹത്വം നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞെന്ന് പറ. സാറ് പറഞ്ഞെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അവരെന്നാ പറഞ്ഞു? ആ പറഞ്ഞ കഞ്ഞിക്ക് കൊണ്ടു കൊടുക്കാം ഈ കഞ്ഞി. നമുക്ക് ആ കഞ്ഞി വെക്കണ കുഞ്ഞുമോൻ അങ്ങ് പറഞ്ഞു വിടാം. അത് ഞാൻ പറയാനിരിക്കണേന്ന്. ആ കഞ്ഞി വെക്കണ കുഞ്ഞുമോൻ എന്റെ പൊന്നെ ഒരു 150 കിലോ ഉണ്ട്. അവൻ ആടി വന്ന് കഞ്ഞി വെച്ച പിള്ളേർക്ക് സമയത്തിനും കാലത്തിനും ഭക്ഷണം കിട്ടും. ആണെന്ന് അവൻ ഈ ഒന്നാമത് ഈ സുമോ കുസ്തിക്കാരനെ പോലെ ഇരിക്കും. അവന് നടന്നു വന്ന് ആ കഞ്ഞി കണ്ടാവ് പിടിച്ച് മാറ്റുമ്പോ തന്നെ നേരം വെളുക്കും. അത് മാത്രമല്ല അവൻ ഈ ലാഗ് അടിച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കുമ്പോ സ്കൂളൊക്കെ വിട്ട് പിള്ളേര് വീട്. എന്നാ മീറ്റിംഗ് മാറ്റി കുഞ്ഞോനെ മാറ്റാം. മാറ്റണം. സാറേ അത് കുഞ്ഞോന്റെ ശബ്ദമല്ലേ? കുഞ്ഞോൻ വന്നു. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? അയ്യോ ഇവിടുത്തെ കഞ്ഞി വെപ്പാരൻ കഞ്ഞി കുഞ്ഞുമോൻ. ഇതെന്നാ പറ്റടോ കുഞ്ഞുമോനെ നിനക്ക്? 2-2.5 വർഷം കൊണ്ട് ഞാൻ വീട്ടിൽ ഇരിക്കുമില്ലായിരുന്നു. ആ അങ്ങനെ ആയി പോയതാ. ഇവിടുത്തെ കഞ്ഞി കിട്ടിയിട്ട് വേണ്ടേ? ശരി. അപ്പൊ ഇവിടുത്തെ കഞ്ഞിയും പയറും ആർന്നു നിന്റെ തടി. അപ്പം ഞാനങ്ങോട്ട് അവൻ ക്ഷീണിച്ചാൽ അവന്റെ മീശയ്ക്ക് ക്ഷീണമില്ല. ഞാൻ ഒരു സ്കൂളും പരിസരവും ഒന്ന് കണ്ടിട്ട് വരാം. ടീച്ചറെ പോകാൻ നോക്കിക്കോളേ. ഇല്ല ഞാൻ മുറുക്കി പിടിച്ചിട്ടുണ്ട്. എന്തായാലും സാറ് മതിലെത്തിച്ചാടൂല. കാരണം മതിൽ ഞാൻ കുപ്പിച്ചില് വെച്ചിട്ടുണ്ട്. വയറ് കീറി പോകും. അയ്യോ പട്ടി കടിക്കണ. ഞാൻ
വിളിക്കാം. 108 വിളി. പ്രസിഡന്റേ, 8 ഞങ്ങുന്നില്ല. 8 ഞങ്ങുന്നല്ലേ 2 4 ഞെക്ക്. താനൊരു PTA പ്രസിഡന്റ് ആണോ? 2 4 ഞെക്കാനായിട്ട് 6 2 ഞെക്ക്. എന്റെ പൊന്ന് സാറേ അതല്ല 7 1 നിൽക്കുക നിങ്ങൾ ആരും ഒന്നും ഞെക്കണ്ട. എവിടെ മാഷ്? എല്ലാം കൂടെ 25 നമ്പറായിരുന്നു. ഇതെങ്ങനെ പട്ടി പട്ടി കടിച്ചു എന്നെ അകവാങ്ങ് കടിച്ചെടുത്തത്. പക്ഷെ എനിക്കൊന്നും പറ്റിയിട്ടില്ല. പാല് കുടിച്ച് കിടക്കണ പത്തി കുഞ്ഞുങ്ങളെ പോയി എടുത്തു കഴിഞ്ഞാൽ തള്ളപ്പട്ടി പിടിച്ച് കടിക്കൂലേ? ഞാൻ പറഞ്ഞാണ്. എന്ത് പൊട്ടത്തിനാ സാറേ കാണിച്ചത്? എനിക്ക് കുഴപ്പമില്ലല്ലോ. എന്നാലും പട്ടി കടിച്ച ആശുപത്രി പോകണം. ആശുപത്രി പോകണ്ടോ? എന്റെ ആഗ്രഹം പോലെ നടന്നില്ലേ? ഇനി പട്ടി കടിച്ച വേലയില് 2 മാസം എനിക്ക് ലീവ് എടുക്കാലോ. ലീവ് കഴിഞ്ഞാ പിന്നെ എനിക്ക് പെൻഷൻ ആയല്ലോ. പിന്നെ പെൻഷൻ എടുത്തോണ്ട് എനിക്ക് വീട്ടിലിരിക്കാലോ. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് ഈ സ്കൂളിലേക്ക് ഇനി വരണ്ടല്ലോ. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലാസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അത് നിങ്ങൾ എനിക്ക് അംഗീകരിച്ചു തന്നെ. എന്താ പറഞ്ഞു? പറഞ്ഞോ സാർ. എന്താന്നോ? സൈലൻസ്.